എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചേമ്പ് കൊണ്ട് നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള പലതരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം ഒരു അവിയലാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ അവിയൽ തയ്യാറാക്കുന്നതിന് വേണ്ടി 2 ഇടത്തരം വലുപ്പമുള്ള ചേമ്പ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിനെ ഒന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ നല്ലതുപോലെ ഒന്ന് തോലൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഇതേപോലെ ഒന്ന് നീളത്തിൽ ആദ്യം ഒന്ന് മുറിച്ചെടുക്കാം. അതിനുശേഷം ഇതേപോലെ തന്നെ കുറുകയൊന്ന് മുറിച്ചെടുക്കാം. നമ്മൾ സാധാരണ അവിയലിനൊക്കെ അരിഞ്ഞെടുക്കുന്ന ആ ഒരു വലിപ്പത്തിൽ അതേപോലെ ഒന്ന് നീളത്തിലൊന്ന് ഇതേപോലെ മുറിച്ചെടുക്കാം. ഇപ്പോൾ എടുത്ത് വെച്ചിരുന്ന ചേമ്പെല്ലാം ഈ ഒരു രീതിയിൽ മുറിച്ചതിന് ശേഷം മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ചേമ്പെല്ലാം ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അവിയൽ വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഈ അവിയലൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് എപ്പോഴും ചട്ടിയിലൊക്കെ വയ്ക്കുന്നതാണ് നല്ലത്. നാടൻ കറികളൊക്കെ എപ്പോഴും നമ്മൾ ചട്ടിയിൽ തയ്യാറാക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പം ചേമ്പ് അരിഞ്ഞ് വെച്ചതെല്ലാം ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു നുള്ളും മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ പൊടികൾ വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടണം. അതിനുശേഷം ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 ഉണക്ക മത്തിയാണ്. 3ഓ 4ഓ ചേർത്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് മുറിച്ച് കൊടുക്കാം. മുറിച്ചതിന് ശേഷം മുള്ളിളക്കി കളഞ്ഞാൽ അത്രയും നല്ലതാണ്. ഇനി മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേകാൻ വയ്ക്കാം. അത് വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി എരിവിന് ആവശ്യമുള്ള ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകാത്ത പരുവത്തിൽ ഈ ഒരു രീതിയിലൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് വേകാൻ വെച്ചിരുന്ന കഷ്ണങ്ങളൊക്കെ ഒന്ന് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു പകുതി വേവ് വരെ ഇതായിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അരപ്പും കഷ്ണങ്ങളും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിച്ച് കിട്ടണം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചട്ടി മൂടി വെച്ച് വീണ്ടും നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ചട്ടി മൂടി വെച്ച് കൊടുക്കാം. ഇനി വീണ്ടും ഒന്ന് മൂടി തുറന്നതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ചേമ്പ് വേകുമ്പോൾ കുറച്ച് വഴുവഴുപ്പുള്ള സാധനം ആയതുകൊണ്ട് തന്നെ അവിയൽ നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കുമ്പോൾ കുറച്ച് വെള്ളത്തോടു കൂടി തന്നെ ഇറക്കണം. വീണ്ടും ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് ഫ്ലെയിം നല്ലതുപോലെ ഒന്ന് സിമ്മിലാക്കി കൊടുക്കാം. ഇപ്പോൾ അത് അവിയൽ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം അതിലിങ്ങനെ കിടപ്പുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ചേമ്പ് വേകാൻ വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ അത് എണ്ണ ചൂടാകുമ്പോൾ കടുകും ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ താളിച്ചതും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ മാത്രം ഒഴിച്ച് ഇളക്കി എടുത്താലും മതിയാകും. പക്ഷേ ഇങ്ങനെ താളിച്ചൊഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അവിയലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതേപോലെ തുറന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ചേമ്പ് ഉണക്കമീനും കൊണ്ട് ഈ ഒരു രീതിയിൽ അവിയൽ തയ്യാറാക്കി നമുക്ക് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല പറ്റിയ ഒരു അവിയലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ഈ അവിയൽ ഇങ്ങനെ തയ്യാറാക്കി നോക്കിക്കോളൂ. അടുത്തത് ചേമ്പ് കൊണ്ടുള്ള ഒരു ഉടച്ചി കറിയാണ്. അത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഉടച്ചിവെപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള 3 ചേമ്പാണ് എടുത്തിരിക്കുന്നത്. തൊലിയെല്ലാം കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി. ഇനി ഇത് ചെറിയ ചെറിയ പീസസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് കറിച്ചട്ടിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഇത്രയും ചെറുതാക്കേണ്ട ആവശ്യമില്ല. കുറച്ചുകൂടെ വലിയ പീസസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കപ്പ ഉടച്ചതൊക്കെ ചോറിലിട്ട് കഴിക്കുന്നത് പോലെ തന്നെ ഇതും ചോറിലിട്ട് അതിൻ്റെ കൂടെ ഇട്ട് ഇളക്കി കഴിക്കാനൊക്കെ നല്ലതാണ്.
ഇപ്പോൾ അതെല്ലാം ഞാൻ ഇതേ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. നന്നായിട്ട് വെള്ളമൊഴിച്ച് കഴുകിയെടുത്തതിന് ശേഷം വേവിക്കാനുള്ള ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ ഈ ഒരു അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ എല്ലാം ഇതേപോലെ ഒന്ന് മിക്സ് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. വേകുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു 1/2 ടീസ്പൂൺ ജീരകവും 3-4 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞത്. പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അവിയലിനൊക്കെ അരയ്ക്കുന്ന പരുവത്തിലൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുത്ത കഷ്ണമൊക്കെ വെന്തോന്ന് വേണ്ടി നോക്കാം. അപ്പോൾ ഞാൻ ഒരു കത്തി ഉപയോഗിച്ച് ഇങ്ങനെ കുത്തി നോക്കിയപ്പോഴേക്കും കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി അരപ്പും കൂടെ കഷ്ണങ്ങളിലൊക്കെ ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ അതിന് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നീട് കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് കുറച്ചുകൂടി ഒന്ന് വെള്ളം വറ്റുന്ന സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം തീ നമുക്ക് കുറച്ചൊന്ന് കുറച്ച് വയ്ക്കാം. പിന്നീട് 2 മിനിറ്റോളം അടുപ്പിൽ അങ്ങനെ തന്നെ ഇട്ടേക്കാം. അപ്പോഴേക്കും നന്നായിട്ട് ഇത് പാകമായി കിട്ടും. ഇപ്പോൾ നന്നായിട്ട് വെന്ത് അരപ്പൊക്കെ അത് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ട് ഉടച്ചെടുക്കാം. ഈ ഒരു ലൂസ് പരുവത്തിൽ ഇട്ടുവേണം നമുക്കിത് ഉടച്ചെടുക്കാൻ. ഇത് നന്നായിട്ട് തണുത്ത് വരുമ്പോഴേക്കും കുറച്ചുകൂടി അങ്ങ് കുറുകി നല്ല തിക്കായി കിട്ടും. ഇപ്പോൾ ഇതുപോലെ ഞാൻ ഇത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് താളിച്ചും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ സംഭവം റെഡിയായി കിട്ടും. അപ്പോൾ കടുക് വറുക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകും ചെറിയ ഉള്ളിയും കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം കൂടി നന്നായിട്ട് മൂപ്പിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ താളിച്ചതും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. ചേമ്പ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റുള്ള ഒരു ഉടച്ചപ്പാണ്. ഇതേപോലെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതും നേരത്തെ പറഞ്ഞതുപോലെ കഞ്ഞിയുടെ കൂടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. അടുത്തത് ഒരു പുളിക്കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. തയ്യാറാക്കുന്നതിന് വേണ്ടി ഇതാ കുറച്ച് ചേമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സാധാരണയായിട്ട് പുളി വയ്ക്കാൻ ഉപയോഗിക്കുന്ന ചേമ്പാണ്. ഇത് സാധാരണയായി നമ്മൾ പുഴുങ്ങാനോ അല്ലെങ്കിൽ അവിയലിനോ സാമ്പാറിനോ ഒക്കെ ഇടാൻ പറ്റാത്ത സൈസ് ചേമ്പാണ്. എന്ന് വെച്ചാൽ പുളി വയ്ക്കാൻ മാത്രമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ അവിയലിനൊക്കെ ഇട്ടാൽ ചൊറിയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പുളി വയ്ക്കാൻ മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പോൾ അത് എടുത്ത് വെച്ചിരിക്കുന്ന ഈ ചേമ്പ് അത്രയും ഒന്ന് തൊലി കളച്ച് വൃത്തിയാക്കി എടുക്കാം. ഈ ചേമ്പാണെങ്കിൽ ഒരുപാട് വലിപ്പം വയ്ക്കാത്ത സൈസ് ചേമ്പാണ്. അപ്പോൾ നന്നായിട്ട് വഴുവഴുപ്പുള്ള സൈസാണ്. പുളി വയ്ക്കുമ്പോൾ ചോറിലൊക്കെ ഇട്ട് ഇളക്കി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ എടുത്ത് വെച്ചിരുന്ന ചേമ്പെല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മുറിച്ചെടുക്കാം. അത് ഇതുപോലെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനേതാ രണ്ടായിട്ട് ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാകും. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. ഒരുപാട് വലുപ്പം കുറച്ചൊന്നും മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ എടുത്ത് വെച്ചിരിക്കുന്ന ചേമ്പെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ചധികം ചെറിയ ഉള്ളിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ പുളിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാം കട്ട് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതാ പുളി വയ്ക്കാനുള്ള ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടാകുമ്പോൾ ഒരു നുള്ളു ഉലുവയും കറിവേപ്പിലയും 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അത് മൂത്ത് വരുന്ന സമയത്ത് കുറച്ചധികം ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് ഇതേപോലെ ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. നമുക്ക് ആവശ്യമുള്ള അത്രയും ചെറിയ ഉള്ളി ഇതേപോലെ ചേർത്ത് കൊടുക്കാം. എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം നല്ലതാണ്. അപ്പോൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് ഇനി നമുക്കതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അത് എരിവിന് ആവശ്യമുള്ള 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അതേപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി കുറച്ച് അധികം വേണം. 1/2 ടീസ്പൂൺ കൂടി മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി
ഈ ചേർത്ത് കൊടുത്ത മസാലകളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഫ്ലെയിം നന്നായി സിമ്മിലാക്കി കൊടുത്തതിന് ശേഷം പൊടികൾ ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂപ്പിച്ചെടുക്കും തോറും പുളിക്ക് നല്ല കളറ് കിട്ടും. ഇതാ ഇത്രയ്ക്കും ഉള്ള പുളിയും കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്തെടുക്കണം. കുറച്ച് പുളി മതിയാകും. ഈ രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് കുതിർത്ത് എടുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ മസാല നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചേർത്ത് കൊടുത്ത മസാലയൊക്കെ ചേമ്പിലൊന്ന് പൊതിഞ്ഞ് കിട്ടണം. ഇനി ഇതിലേക്ക് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം പുളിക്ക് ആവശ്യമുള്ള വെള്ളം ഈ സമയത്ത് തിളപ്പിക്കാൻ വേണ്ടി അടുപ്പിലേക്ക് വെക്കണം. വെള്ളം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ചേമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടോ അത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഇതിൽ കിടന്ന് ചേമ്പ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പം പുളിയൊക്കെ ചേമ്പിലേക്ക് പിടിക്കുന്നത് കൊണ്ട് തന്നെ പുളി വയ്ക്കുന്നത് കൊണ്ട് ചേമ്പ് ചൊറിയത്തില്ല. അപ്പോൾ ഈ രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ച് ചേമ്പിൻ്റെ കഷ്ണം വേകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ കറി നന്നായിട്ട് തിളച്ച് ചേമ്പിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയമായിട്ടുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുതിർത്ത് വെച്ചിരുന്ന പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പുളി പിഴിഞ്ഞ് കൊടുക്കാം. അപ്പോൾ പുളി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. വീണ്ടും ചട്ടി ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇനി ചേമ്പ് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ മൂടി വയ്ക്കാം. അപ്പോൾ ഇതാ ചേമ്പ് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും കഷ്ണം വെന്തിട്ടുണ്ടോ എന്നെടുത്ത് നോക്കണം. ഇനി ഇതിലേക്ക് ഈ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ശർക്കര ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ പുളിയും എരിവും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മാത്രം മതിയാകും. ശർക്കരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുത്ത ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു സമയത്ത് ഉപ്പും കൂടെ നോക്കാം. ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ചേമ്പൊക്കെ വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. ഇതിൽ നിന്നൊരു പീസ് ചേമ്പെടുത്തിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് ചേമ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ചേമ്പ് പുളിയാണ് തയ്യാറായി കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ചേമ്പ് കിട്ടുമ്പോൾ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. ഇത് സാധാരണ പച്ചക്കറി കടകളിലൊക്കെ കിട്ടുന്ന സൈസ് ചേമ്പാണ്. പുളിച്ചേമ്പെന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ചേമ്പ് കിട്ടുന്ന സമയത്ത് ഈ കറിയൊന്ന് തയ്യാറാക്കി നോക്കൂ. അടുത്തത് മെഴുക്ക് പുരട്ടിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് നല്ല നാടൻ ചേമ്പാണ്. അപ്പോൾ ഇത് എത്രത്തോളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചേമ്പായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാം തൊലി കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ മെഴുക്ക് പുരട്ടാൻ എടുക്കത്തില്ലേ, ആ ഒരു രീതിയിൽ ഇതിനെ ആ ഒരു വലിപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചേമ്പ് മുഴുവനൊന്ന് അരിഞ്ഞെടുക്കാം. ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ള ചേമ്പെല്ലാം അരിഞ്ഞെടുക്കാം. ഇനി ഇത് വയ്ക്കാനുള്ള പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഇതേപോലെ 4-5 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിയും 1/2 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പും 1/2 ടീസ്പൂൺ കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഫ്ലെയിം മീഡിയത്തിലിട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കളർ മാറുന്നത് വരെ വറുത്തെടുക്കണം. ഒട്ടും കരിയാതെ നന്നായിട്ട് ഈ ഒരു രീതിയിലൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്തതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി നന്നായിട്ടൊന്ന് തണുപ്പിക്കാൻ വേണ്ടി വയ്ക്കാം. ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ വേറൊരു പാത്രത്തിലേക്ക്
കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിന് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് രണ്ടും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പകുതി സവാളയാണ്. സവാള സ്ലൈസ് ചെയ്തതാണ്. അതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ടൊന്ന് വാടി വരണം. വാടി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പ് ഇട്ട് കൊടുക്കാം. ചേമ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ഏകദേശം 1 മിനിറ്റോളം നല്ലതുപോലെ ഇതിനെ ഒന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇട്ട് കൊടുത്ത ഉപ്പും ചേർത്ത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ചേമ്പ് വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്നതെല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ചേമ്പിൽ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റി ചേമ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വെള്ളം നന്നായിട്ട് വറ്റിച്ചതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി ചേമ്പ് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതാ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ആ മസാല ചേമ്പിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഏറ്റവും ഒടുവിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചേമ്പ് മെഴുക്ക് പുരട്ടി ഈ ഒരു രീതിയിൽ ഒരു തവണ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.